യൂട്യൂബ് ചാനലായ കുഞ്ഞാങ്ങളെയും പൊന്നുമകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ ഒരു അടിപൊളി ബലൂൺ ബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബോട്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തെർമോകോൾ ഷീറ്റ്, ഫെവിക്കോൾ, ഒരു റബ്ബർ ബാൻഡ്, ബലൂൺ, പേനാക്കത്തി, സെല്ലോ ടേപ്പ്. ആദ്യമേ നമുക്ക് തെർമോകോളിൽ പെൻസിൽ ഉപയോഗിച്ച് ഒരു ബോട്ടിന്റെ ഷേപ്പ് വരച്ചെടുക്കാം. നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലത്തെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒട്ടിക്കുന്നതിന് മുമ്പ് ബലൂൺ ഫിറ്റ് ചെയ്യാം. ഇപ്പൊ ഫിറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു സ്ട്രോ കുത്തി ഇറക്കാം. ഇനി നമുക്ക് സ്ട്രോയുടെ ഈ അറ്റത്തായിട്ട് ബലൂൺ ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രോയുടെ ഈ അറ്റം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് തെർമോകോളിനോട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പീസുകള് ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും കട്ട് ചെയ്തൊന്ന് ലെവലാക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ബലൂൺ ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി വന്ന കഷ്ണങ്ങൾ കൊണ്ട് ഇതേപോലെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൊടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴുക്കാം. ഇത് ഒഴുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബലൂൺ ഒന്ന് വീർപ്പിച്ചു കൊടുക്കാം. നമ്മളിവിടെ ബലൂൺ വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോയുടെ ഇത് ആരൊന്ന് അങ്ങനെ അടച്ചു പിടിക്കാം. ഇനി നമുക്കിത് വെള്ളത്തിലൊഴുക്കാം. തോട്ടിലാണ് ഞങ്ങൾ ബലൂൺ ബോട്ട് ഒഴുക്കുന്നത്. ഇരുവശങ്ങളിലായി കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തോടില്ലാത്തവർ വിഷമിക്കണ്ട. വലിയ ബേസത്തിനകത്ത് വെള്ളം നിറച്ച് നമുക്ക് ബലൂൺ ബോട്ട് ഒഴുക്കാവുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ തോട്. അപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ. കളിക്കാനൊക്കെ നല്ല രസമാണ്. ഇപ്പം ഞാൻ കളിക്കുവാണ് ഇവിടെ. നല്ല തെളിഞ്ഞ മനോഹരമായ വെള്ളമാണ്. നല്ല പച്ച പുല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നമുക്ക് ബലൂൺ ബോട്ട് ഒഴിക്കാം. നല്ല മനോഹരമായിട്ടത് പോകുന്നുണ്ട്. വാവ്! ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഫ്ലാഗൊക്കെ കുത്തി വെച്ച് നല്ല മനോഹരമായിട്ടത് പോകുന്നുണ്ട്.
ഇതെല്ലാവരും ഉണ്ടാക്കുക. പിന്നെ ഞങ്ങൾ ബലൂൺ പൂട്ടൊക്കെ കല്ലേ വെച്ചിട്ട് കളിയായി. കുഞ്ഞുങ്ങളൊക്കെ നീന്താൻ അറിയത്തില്ല, അപ്പം അവൻ ഞാൻ നീന്തുന്നു. അപ്പം പിന്നെ ഞങ്ങൾ മീൻപിടുത്തമായി. ഫസ്റ്റ് ടൈം ഞങ്ങൾ മീൻ പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ടൈം മീൻ പിടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് 3 കുഞ്ഞ് മീനുകളെ കിട്ടിയത്. നല്ല ഭംഗിയേറിയ മീനുകളാണ്, നല്ല കുഞ്ഞു മീനുകൾ കണ്ടോ. ഇതാണ് നമ്മുടെ മീൻ, കുഞ്ഞു മീനാണ്, പൊടി എന്നുള്ള മീനാണ്. പിന്നെ ഞങ്ങൾ നീന്തി കളിക്കുകയാണ് ഇവിടെ. കുഞ്ഞുങ്ങളെ പയ്യെ നീന്തി കളിക്കുന്നു. കാലൊക്കെ ഇട്ടടിച്ച് തുടങ്ങി, കാലൊക്കെ ഇട്ടടിച്ച് പയ്യെ നീന്താനൊക്കെ തുടങ്ങി. കുഞ്ഞുങ്ങളെ ഇങ്ങനെ നീന്തി അങ്ങനെ ചെറുതായിട്ട് പഠിച്ച് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കല്ലേ കയറിയുള്ള ചാട്ടമായി. അപ്പോൾ നല്ല രസമാണ് ഇവിടെ നീന്താനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ തോടിൻ്റെ ഇവിടെ ആയിട്ടൊരു വലിയൊരു കുഴിയുണ്ട്. എൻ്റെ തോളറ്റം വെള്ളമുണ്ട് ആ കുഴിയിൽ. നല്ല രസമാണ് അവിടെ നീന്തി കളിക്കാൻ. എനിക്ക് അവിടെ നീന്താൻ അറിയത്തില്ല. അവിടെ ഞാൻ കാലിട്ടിങ്ങനെ നടക്കുവാണ്. കാലിട്ട് കൈ വെച്ചിങ്ങനെ നീന്തി നടക്കുവാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതാണ്. പിന്നെ പപ്പയും എൻ്റെ ഒപ്പം വന്നു. പിന്നെ നമ്മുടെ കുഞ്ഞാങ്ങളൊക്കെ ഇത്തിരി പേടിയാണ് കുഴിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞാങ്ങള അവിടെ ഒരു കല്ലേ കയറി ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനും പപ്പയും ഒരു ചെറിയൊരു നീന്തൽ മത്സരം വെച്ച്. അപ്പോൾ അതിൽ വിൻ ചെയ്തത് പപ്പയാണ്. ഞാൻ വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ നീന്തത്തില്ല ഞാൻ, എനിക്കവിടെ നീന്താൻ അറിയത്തില്ല. ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കൈയിട്ട് വെറുതെ ഇങ്ങനെ അടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മത്സരത്തിൽ പപ്പയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കളിയും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.